G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ എന്ന സ്ഥലത്തുള്ള മലമ്പുഴ അണക്കെട്ടിന് അനുബന്ധമായി വിനോദസഞ്ചാര വകുപ്പ് പരിപാലിക്കുന്ന പ്രകൃതി സുന്ദരമായ ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഉദ്യാനം. കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നും മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നു. തെക്കേ ഇന്ത്യയിലെ ജലസേചനത്തിനായുള്ള ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ അണക്കെട്ട്. 1955 മലമ്പുഴ അണക്കെട്ട് നിർമ്മിച്ചത്. പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള മലമ്പുഴ ജലസംഭരണിയും മലമ്പുഴ ഉദ്യാനവും പ്രകൃതി രമണീയമാണ്. അതുവഴി കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാകാനും മലമ്പുഴ അണക്കെട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജലക്രീഡാ ഉദ്യാനമായ ഫാൻറ്റസി പാർക്ക് മലമ്പുഴ അണക്കെട്ടിൻ്റെ അടുത്തുള്ള ഒരു പ്രധാന ആകർഷണമാണ്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നത്. നിബിഡവനങ്ങൾ നിറഞ്ഞ മലകളും മലമ്പുഴ അണക്കെട്ടിലേക്ക് വന്നു ചേരുന്ന നദികളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ പച്ചപ്പു നിറഞ്ഞ പുൽത്തകിടുകളും എണ്ണമറ്റ വൈവിധ്യമേറിയ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും ഫൗണ്ടനുകളും അതിനോട് ബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളും വിശ്രമ സങ്കേതങ്ങളും എല്ലാം കാഴ്ചക്കാരൻ്റെ മനസ്സിന് മറക്കാനാവാത്ത അനുഭൂതി പകർന്നു കൊടുക്കുന്നു. പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച യക്ഷി എന്ന ശില്പം കാണികളെ ആകർഷിക്കുന്നു. ഡാമിൻ്റെ ഉത്ഭവം. മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാം എന്ന ആശയം 1914 മദ്രാസ് സർക്കാരാണ് കൊണ്ടുവന്നത്. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിട്ടു. റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് 1955 ഒക്ടോബർ 9 ഉദ്ഘാടനം ചെയ്തു. അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് മുൻപ് പുൻപാറ, ചോവുങ്കാട്ട്, ഇടുപ്പാടി, വടക്കമ്പാടം, താഞ്ഞികപ്പള്ളം, കാരക്കാട്, തുപ്പള്ളം, വരാനി, അക്കരക്കാട്, കടുക്കാംകുന്നം, ആനക്കുഴിക്കാട്, തമ്പുരാട്ടിപ്പോട്ട, ആനമുക്കര, പാണ്ടിപ്പോട്ട, തെക്കുംപാടം, കൊശവനുടുക്ക് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെ. അണക്കെട്ടിന് നിർമ്മാണത്തിന് ശേഷം ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മലമ്പുഴ എന്നറിയപ്പെട്ടു. ജലസേചനം, കുടിവെള്ളം, വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, മത്സ്യം വളർത്തൽ, ജലഗതാഗതം എന്നിങ്ങനെ ഒരു വിവിധോദ്ദേശ പദ്ധതിയായിരുന്നു ഈ അണക്കെട്ട് വിഭാവനം ചെയ്തത്. പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും 8 കിലോമീറ്റർ മാത്രമാണ് മലമ്പുഴയിലേക്കുള്ള ദൂരം. സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഒലവങ്കോടാണ്. 5 കിലോമീറ്ററാണ് ഇവിടുത്തെ ദൂരം. സന്ദർശന സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ. റിസർവോയറിൽ ബോട്ടിംഗ് ആണ് പ്രധാനമായുള്ള ആകർഷണം. കാലത്ത് 10 മണി മുതൽ പെഡൽ ബോട്ടുകളും മറ്റും വാടകയ്ക്ക് ലഭ്യമാണ്. ഉദ്യാനത്തോട് ചേർന്ന് നന്നായി അറ്റകുറ്റപ്പണികളും ശുദ്ധീകരണവും മറ്റും നടന്നു വരുന്ന നീന്തൽക്കുളം ഒരുക്കിയിരിക്കുന്നു. ഇത് ചൊവ്വാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കുന്നില്ല. തെന്നിന്ത്യയിലെ ആദ്യത്തേത് എന്നവകാശപ്പെടുന്ന യാത്രക്കാരെ വഹിക്കുന്ന റോപ്പ് വേ മലമ്പുഴ ഉദ്യാനത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. മലമ്പുഴ ഉദ്യാനത്തിന് മുകളിലൂടെയുള്ള ഉല്ലാസപ്രദമായ ആകാശയാത്ര സാധ്യമാകുന്ന റോപ്പ് വേ കാലത്ത് 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ വൈകിട്ട് 8 വരെയും പ്രവർത്തിക്കുന്നു. മലമ്പുഴ ഉദ്യാനത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കാനാകുന്നതു തന്നെ ഈ ആകാശ സവാരി 20 മിനിറ്റാണ് നീണ്ടു നിൽക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.